ഹലോ ഗൈസ്, അങ്ങനെ പത്രമാറ്റ് പുതിയ പ്രൊമോല് നമ്മുടെ അവന്തികയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നീ അഭിയേക്കാൾ വലിയ മോശമായിരുന്നല്ലോ, പിന്നെ നീ എവിടെ നിന്നാണ് ഇപ്പോൾ വന്നപ്പോൾ പുതിയൊരു മാറ്റം കൊണ്ടുവന്നത്? ആരെങ്കിലും നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതാണോ എന്നൊക്കെ നമ്മുടെ അനി ഭയങ്കരമായിട്ട് സംശയപരമായിട്ട് നമ്മുടെ അവന്തികയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടേ. അപ്പുറത്തപ്പം നമ്മുടെ അവന്തിക ഇതൊക്കെ ചെന്ന് അബിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം അബി പറയുന്നുണ്ട്, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അത് കുഴപ്പമില്ല, നിനക്ക് അവന് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവന്തിക പറയുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുത്തനെ ഞാൻ എങ്ങനെയായിട്ട് ഇഷ്ടപ്പെടുന്നേ എന്ന് പറഞ്ഞ് അവന്തികയ്ക്ക് ആകപ്പാടെ ഒരുമാതിരി മൈൻഡിലാണേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കനക നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി നന്ദുമോനെ ഒരു ചെറുക്കനെ കണ്ടെത്തണം, എന്നാലേ എനിക്ക് സന്തോഷമാകൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സന്തോഷം അടുത്തൊന്നും വരാൻ പോണില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ നന്ദു അനീനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ആ ഒരു വിവാഹ നിശ്ചയത്തിന് നിന്ന് കൊടുക്കണം, മോതിരമാറ്റമൊക്കെ നല്ല രീതിയിൽ നടക്കണം, അത് അങ്ങനെ തന്നെ എല്ലാം എന്താ പറയുക ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് നമ്മുടെ നന്ദു അനീനെ വിളിച്ച് പറയുവാണേ. ഇപ്പഴത്തെ നമ്മുടെ നയനയും ആദർശ് എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നയന അപ്പോൾ ആദർശനോട് പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ, പക്ഷെ നമ്മളായിട്ട് ഈ ഒരു നിശ്ചയം അവസാന നിമിഷം മുടക്കുന്നത് ശരിയല്ല ആദർശേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ നയനയും ആദർശം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടേ. എന്തായാലും കാത്തിരുന്നേനെ കാണട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.